മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത ദിവസത്തെ മാതൃഭൂമിയിൽ 2-3 ദിവസത്തെ മാതൃഭൂമിയിൽ നിസ്സംഗമായിട്ട് 2-3 ദിവസത്തെ വാർത്തയുണ്ടായി. കഴിഞ്ഞ 350ഓളം ദിവസങ്ങളായിട്ട് കേരളത്തിൽ കൊലപാതകത്തിന് വിധേയമായവരുടെ എണ്ണം കഴിഞ്ഞ 15-20 വർഷം കൊണ്ട് ഇവിടെ മരിച്ചവര്, കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം ഒരു വാർത്തയുണ്ടായിരുന്നു. പലരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വേദനാജനകമായിട്ടുള്ളൊരവസ്ഥയാണ്. എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലെങ്കിൽ, അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള അല്പം സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ ആ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, മരണത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെല്ലാവരും, ഞാനും ചെയ്യുന്ന ആ ത്യാഗത്തിൻ്റെയും വേദനയുടെയും പ്രശ്നപരിഹാരത്തിൻ്റെയും എല്ലാം അവസ്ഥയൊന്ന് നോക്കുക. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറുതായിട്ട് സംഭവിച്ചാൽ രാത്രി പകൽ ഉറങ്ങാതെ നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെയല്ലേ ചെയ്യാം? വയസ്സായിട്ടുള്ള അച്ഛൻ മരിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ പോലും ICUയിൽ കൊണ്ടുപോയി കിടത്തി 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ ചികിത്സ നമ്മൾ കൊടുക്കും. മരിക്കാൻ പോകുന്ന വേളയിൽ പോലും മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഭർത്താവിന് വേണ്ടിയിട്ട് ലിവർ കൊടുത്ത ഒരു സ്ത്രീ ഈ തെക്കേ തെരുവില് തിരുവനന്തപുരത്ത് ഞാൻ പരിചയപ്പെട്ടു. 28 ലക്ഷം രൂപ മുടക്കി ലിവർ മാറ്റിവെച്ച് 2ാമത്തെ ദിവസം അയാൾ മരിക്കുകയും ചെയ്തു. 28 ലക്ഷം രൂപ മുടക്കുകയും ചെയ്തു. ലിവർ ഇവരുടെ പകുതി പോയി, അയാൾക്ക് കിട്ടിയോണ്ട് പ്രയോജനമില്ല. എന്നാലും രക്ഷപ്പെടട്ടെ എന്ന് നോക്കിയിട്ട് നമ്മൾ ഈ മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ട് അതിൻ്റെ ബന്ധുക്കൾ അനുഭവിക്കുന്ന ത്യാഗം വളരെ ഭയങ്കരമാണ്. ഇന്നലത്തെ പത്രത്തിൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു വാർത്തയുണ്ടായി. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തൊരവസ്ഥ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു. ഒരു പെൺകുട്ടിക്ക് എന്തോ മേജർ ബോൺ മാരോ ഓപ്പറേഷൻ വേണം. അമ്മയുടെ കയ്യിൽ പൈസയില്ല, അച്ഛൻ്റെ കയ്യിൽ പൈസയുണ്ട്. അച്ഛൻ പൈസ കൊടുക്കില്ല, കാരണം അമ്മ അതെടുത്താലോ എന്ന് പേടിച്ചിട്ട്. ആ കുട്ടി കരഞ്ഞുകൊണ്ട് യൂട്യൂബിലോ ഫേസ് പേജിലോ അച്ഛനോട് അഭ്യർത്ഥിക്കുന്ന ഒരു സീനുണ്ട്. അച്ഛാ, അമ്മ അച്ഛൻ്റെ പൈസ തട്ടിപ്പറിച്ചെടുക്കുമെങ്കിൽ അച്ഛൻ തന്നെ എന്നെ ചികിത്സിക്കണം. ഞാൻ സ്കൂളിൽ പോയിട്ട് കുറേ കാലമായി അച്ഛാ, എനിക്ക് പഠിക്കണ്ടേ, എനിക്ക് ജീവിക്കണ്ടേ, എനിക്ക് മരണത്തെ പേടിയാണ്. അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കിയിട്ട് ചികിത്സിപ്പിക്കണം, എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് ശരിക്കും വൈറലായിട്ട് എല്ലായിടത്തും പോയി. ആ കുട്ടിയുടെ വരികൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്നത്. ആ കുട്ടി മിനിഞ്ഞാന്ന് മരിച്ചു. ഇന്നലെയാണ് വാർത്ത വന്നത്. ശരിക്കും അത് കേൾക്കുമ്പോൾ തന്നെ രോമം എഴുന്നേറ്റ് നിൽക്കുന്നു. കരച്ചിൽ വരുന്നത് പറയുമ്പോൾ തന്നെ. ജീവിക്കാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ കൊതിയാണ്. നിങ്ങൾ RCCയിൽ പോയാൽ കാണാൻ സാധിക്കും. അത് എങ്ങനെയെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് ചികിത്സിച്ചിട്ട് എങ്ങനെയെങ്കിലും ഭേദമാവണം. ചിലർ ഡോക്ടറോട് തട്ടിക്കയറുന്നുണ്ട്. ഡോക്ടറുടെ കുഴപ്പമല്ല, കാരണം ഇവർക്ക് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. അങ്ങനെയുള്ള മനുഷ്യന്റെ ജീവിക്കാനുള്ള കൊതി മൃഗങ്ങൾക്കും അതുകൊണ്ട്. ഞാൻ മനുഷ്യന്റെ കാര്യം മാത്രമേ ഇപ്പം പറയാം. ആ കൊതിയുള്ള മനുഷ്യനെ രാഷ്ട്രീയത്തിന്റെ വൈരാഗ്യവും പകയും വെച്ച് കൊല്ലാനും ചാവാനും പ്രേരിപ്പിക്കുന്ന നേതാക്കന്മാരെ നിങ്ങളൊക്കെ 10 ജന്മം ജനിച്ച ഗതി കിട്ടുമോ നിങ്ങൾക്ക്? നിങ്ങൾ ഏത് നരകത്തിലേക്കാണ് പോവാ? എത്രയോ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരി സഹോദരന്മാരുടെയും സ്നേഹവാത്സല്യങ്ങളോടുകൂടി ജീവിക്കുന്നവരെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ല. എന്നിട്ട് ഈ നേതാക്കന്മാരുടെ മക്കളൊക്കെ മൾട്ടിനാഷണൽ കമ്പനിയിൽ സുഖമായിട്ട് കേരളത്തിന് പുറത്ത് ജീവിക്കാം. അവർക്ക് രാഷ്ട്രീയവുമില്ല, കൊലയുമില്ല, ചതിയുമില്ല, ഒന്നുമില്ല. മറ്റൊന്നുകൂടിയുണ്ട്. കൊല്ലുന്നതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് കൊല്ലുന്നത്. മരിക്കുന്നതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് മരിക്കുന്നത്. അതൊന്നും വെറുതെ ഞാൻ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ മതവും എടുത്ത് പറഞ്ഞതല്ല, സംഭവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാറ്റഗറി തിരിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആര് മരിക്കട്ടെ, ആര് കൊല്ലട്ടെ, ആ ജന്മം നൽകിയ മാതാപിതാക്കളുടെ വേദന ഈ മാതാപിതാക്കൾക്ക്, ഈ കൊല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവന് ഒരു സെക്കൻഡ് ചിന്തിച്ചൂടെ? കൊല്ലുന്നത് 1 സെക്കൻഡ് കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടല്ല,
ആഴ്ചകളോളമുള്ള പ്രിപ്പറേഷനാണ്. കൊല്ലാൻ വേണ്ടിയിട്ട് ആഴ്ചകളോളമുള്ള തയ്യാറെടുപ്പാണ്. ആ സമയത്ത് രാത്രി ഉറങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചൂടെ? ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. ഇത് യൂട്യൂബിൽ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ദിവസം രാത്രി 11:30 മണിക്ക് എനിക്കൊരു ടെലിഫോൺ കോള്, തലശ്ശേരിയിൽ നിന്നാണ് ടെലിഫോൺ കോള്. ഗോപാലകൃഷ്ണൻ സാറല്ലേ എന്ന് പറഞ്ഞു. അതെ, സാറിനോട് ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. പറഞ്ഞോളൂ. നിങ്ങൾ തലശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ പ്രദേശത്തെ കുറേ കൊലകൾ നടത്തിയതിൻ്റെ പുറകിൽ ഞങ്ങളാണ്. ശരി, നിങ്ങൾ പറയുന്നത് സത്യമാണോ നുണയാണോ എന്ന് പറഞ്ഞുകൂടാ. എന്തിനാ വിളിച്ചതെന്ന് പറയൂ. രാത്രി 11:30 മണിയാണ്, ഞാൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. സാർ, ഇന്ന് ഞങ്ങൾ ബൈക്കിലൂടെ പോകുമ്പോൾ ഒരു അമ്പലത്തിലൊരു പ്രഭാഷണം കേട്ടു. അതൊരു 6:30-7 മണിക്കാണ് പ്രഭാഷണം കേട്ടത്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേകത തോന്നി. ഞങ്ങൾ അമ്പലത്തിലെ ഗ്രൗണ്ടിൽ ഞങ്ങൾ 3 പേരും ഇരുന്നു. ആ പ്രഭാഷണം മുഴുവനും കേട്ടു. എന്നിട്ട് അമ്പലക്കാരോട് പറഞ്ഞു ആ പ്രഭാഷണം ആരുടെയാണ്. അവർ പറഞ്ഞു സാറിൻ്റെ പ്രഭാഷണമാണ്. അതിൽ നിന്നാണ് ലാൻഡ് ഫോൺ നമ്പർ കിട്ടിയത്, അതനുസരിച്ചിട്ടാണ് വിളിക്കുന്നത്. ആ പ്രഭാഷണം കേട്ട് അവർ നേരെ വീട്ടിൽ പോയി കുളിച്ചു. അതിൽ പ്രധാനപ്പെട്ട ആളുടെ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മ ചോറ് വിളമ്പി തരണം. അപ്പം അമ്മയ്ക്ക് അത്ഭുതം. ഇതുവരെ ഈ പതിവില്ലാത്ത വിധത്തിൽ അമ്മ ചോറ് വിളമ്പി തരണമെന്ന് പറയാൻ കാരണം എന്താണ്? ഇവർ കുളിച്ചു വന്ന് അമ്മ പൂജിക്കുന്ന പൂജാമുറി ഇവർ 3 പേരും ഇരുന്ന് കയ്യിലുള്ള കത്തി പൂജാമുറിയിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു, ഇനി ഞങ്ങൾ ഈ മരണത്തിലും കൊല്ലാനും ഇറങ്ങി പുറപ്പെടില്ല എന്ന്. അത് കഴിഞ്ഞ് ദീർഘശ്വാസത്തോടുകൂടി പുറത്തേക്ക് വന്ന് ഒരു കുറേ കരഞ്ഞു. അത്ര അവർ പറഞ്ഞ വരികയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ അമ്മയ്ക്ക് അത്ഭുതം, എന്താ ഈ മക്കൾക്ക് സംഭവിച്ചത്? ഏതാണ്ട് ഒരു 10-11 മണിയായപ്പോഴത്തേക്കും ഭക്ഷണം അമ്മ വിളമ്പി. ഇവർ 3 പേര് ഭക്ഷണം കഴിച്ചു. അമ്മ ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾക്ക് പറ്റിയത് എന്നൊക്കെ ചോദിച്ചു. ഇവർ അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല, എല്ലാം സൈലന്റ് ആയിരുന്നു. 11 തൊട്ട് ചിന്തിച്ചു ഗോപാലകൃഷ്ണൻ എന്ന മനുഷ്യനെ വിളിക്കണോ വേണ്ടയോ എന്ന്. 11:30 വിളിച്ചു. സാർ ഇനി പ്രഭാഷണത്തിന് വരുമ്പോൾ ഞങ്ങൾ സാറിൻ്റെ തൊട്ടടുത്തുണ്ടാവും, പക്ഷെ സാറ് ഞങ്ങളെ അറിയില്ല. ഞങ്ങൾ സാറിൻ്റെ ദൗത്യത്തിൻ്റെ കൂട്ടത്തിലുണ്ടാവും. കൊല്ലാനും ചാവാനും ഇനി ഞങ്ങളില്ല. ചെയ്തു കഴിഞ്ഞതിൻ്റെ നരകയാതന അനുഭവിക്കേണ്ടി വരുമോയെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് വേണ്ടി സാറും പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഇനി മുതൽക്ക് നല്ല മനുഷ്യരായിട്ട് ജീവിക്കും. ഞാൻ പറഞ്ഞു, നന്നായി വരട്ടെ മക്കളെ. നിങ്ങൾ നന്നായാലും നിങ്ങൾ ചീത്തയായാലും രണ്ടും ഗോപാലകൃഷ്ണൻ്റെ ചെലവിലല്ല. പക്ഷേ ജഗദീശ്വരൻ നൽകിയ നല്ലൊരു ജന്മം അത് ചില പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും മന്ത്രിമാർക്കും MLA ആകാൻ പോകുന്നവർക്കും MP ആകാൻ വേണ്ടി പോകുന്നവരും പിന്നെ അവരവരുടെ കാര്യം മാത്രം സ്വാർത്ഥമായിട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ചത്തവരും നിങ്ങൾ കൊന്നവർക്കും ഒരു സ്തംഭം വെച്ചിട്ട് സ്മൃതി മണ്ഡപം ഉണ്ടാക്കി പുഷ്പാർച്ചന നടത്തുന്ന പാർട്ടിയുണ്ട്, അത് ഉണ്ടാക്കാത്ത പാർട്ടിയുണ്ട്. അങ്ങനെ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനം മക്കളെ? നിങ്ങളിത് പ്രചരിപ്പിക്കുക. കൊല്ലാനും ചാവാനും പോവണ്ട ഏത് പാർട്ടിക്കാരാണെങ്കിലും. ഒരു ജന്മം കിട്ടാൻ ഒത്തിരി പാടാം. കിട്ടിയ ജന്മം നന്നായിട്ട് നിലനിർത്താൻ അതിനേക്കാളും പാടാം. ഈ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്ന മാതിരി ചെയ്താൽ സെക്കൻഡ് കൊണ്ട് വിട്ടുപോകും. മരിക്കും ഒരു വ്യക്തി, പിന്നെ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാം, കരയാം, ദുഃഖിക്കാം, പിതൃകർമ്മം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് ജയിലിലിട്ട് നിങ്ങളെ തൂക്കിക്കൊല്ലും. പക്ഷെ നിങ്ങൾ കൊന്നവർ തിരിച്ചു വരില്ലല്ലോ. അവരുടെ ഭാര്യയുടെ മക്കളുടെ അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. എത്ര കാലം കണ്ണുനീരോട് കൂടി അവർ ജീവിക്കണം. 10 മാസം ഗർഭത്തിൽ വെച്ച് വളർത്തി പ്രസവവേദന അനുഭവിച്ച് വളരുന്ന കുട്ടിയെ ഉയർന്ന കുട്ടിയാക്കി മാറ്റിയിട്ട് ആ അമ്മ അനുഭവിച്ച വേദന, അമ്മ അനുഭവിച്ച ത്യാഗം, ആ കുടുംബക്കാർ ആ കുട്ടിക്ക് വേണ്ടി ചെലവഴിച്ച ഊർജം, അതുപോലെ സമയം, സമ്പത്തിനെ കുറിച്ച് മാറ്റിവെക്കാം. എന്തു പറയുന്നു? വെറുതെ ഞാൻ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയില്ല. എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്തിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയും, ഈ നേതാക്കന്മാർക്ക് വേണ്ടി എന്തിനാ ചാവാനും കൊല്ലാനും പോകുന്നേ? കഴിഞ്ഞ 15-20 വർഷം കൊണ്ട് ഏതാണ്ട് 1000കണക്കിന് വ്യക്തികൾ മരിച്ച ആ ലിസ്റ്റാണ് മാതൃഭൂമിയിൽ കൊടുത്തിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 340 ദിവസങ്ങളായിട്ട് മരിച്ച 264 പേരുടെ ലിസ്റ്റ് അത് ഞാൻ വായിക്കേണ്ടായിരുന്നു. മരണമെന്ന് കേട്ടാൽ ഭയപ്പെടുന്ന ആളല്ല ഞാൻ. മരിക്കാൻ ഇന്നും തയ്യാറുമാണ്. പക്ഷെ കൊല്ലുന്ന സമയത്ത് കൊല്ലുന്നവരുടെ വാശിയും
മരിക്കുന്നവൻ്റെ വേദനയും ഈ ഭൂമുഖത്ത് നിന്ന് അവനെ തുടച്ച് നീക്കല്ലേ മക്കളെ നിങ്ങൾ ചെയ്യുന്നേ? എന്തിനാ അത് ചെയ്യുന്നേ? നിങ്ങൾക്ക് കാശും പ്രൊട്ടക്ഷനും തരുന്ന മന്ത്രിമാർ ജീവിക്കുന്നത് നോക്കുക. അവരുടെ മുമ്പിലും പുറകിലും പോലീസാണ്. അവരെ ആരും ഒന്നും ചെയ്യില്ല. ഒരു വർഷം MLA യും MP ആയിരുന്നാലും ഹ്യൂജ് സംഖ്യ പെൻഷനായിട്ട് കിട്ടും. എല്ലാ മെഡിക്കൽ അലവൻസും അവർക്കുണ്ട്. കേരളത്തിൽ ചികിത്സ, ഇന്ത്യയിൽ ചികിത്സ ഉണ്ടായിട്ടും ഇവരൊക്കെ അമേരിക്കയിൽ പോകുന്നു. കോടികൾ ഉണ്ടായിട്ടും ഗവൺമെൻറ് ചെലവിലാണ് അവരെല്ലാം ചെയ്യുന്നത്. അതിന് പ്രൊവിഷൻ ഉണ്ട്. നിങ്ങൾ വിയർത്ത് ചോര നീരാക്കി രാപ്പകല് മതിലില് എഴുതിയ മുദ്രാവാക്യവും കൊല്ലാനും ചാവാനും നടന്ന് കൊടി പിടിച്ച് നടന്നതിൻ്റെയൊക്കെ പരിണത ഫലം കൊണ്ടാണ് ഇവര് മന്ത്രിയും MLA യും MP യും ഒക്കെ ആയത്, പഞ്ചായത്ത് മെമ്പർ മുതൽക്ക് മുകളിലേക്ക്. അവര് നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ കണ്ടോളൻസ് വെക്കാനും റീത്ത് വെക്കാനും വരുന്നതല്ലാതെ പിന്നെ അവർ തിരിഞ്ഞു നോക്കുമോ? നിങ്ങളെ തിരിഞ്ഞു നോക്കിയാൽ തന്നെ എന്ത് ചെയ്യും? ഞാൻ വേദനയോടുകൂടി പറയുന്നു, ആത്മാർത്ഥമായിട്ട് പറയുന്നു, കൊല്ലാനും ചാവാനും പോവല്ലേ. മാതൃഭൂമിയിൽ ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.